ന്യൂറോ സർജറിയിൽ നിന്നും ന്യൂറോ ഇന്റർവെൻഷണൽ റേഡിയോളജി എങ്ങനെ വ്യത്യസ്തമാകുന്നു അല്ലെങ്കിൽ മികച്ചതാകുന്നു? സ്ട്രോക്ക് രണ്ട് വിധത്തിലുള്ള സ്ട്രോക്കാണുള്ളത്. ഒന്ന് ഹെമറാജിക് സ്ട്രോക്ക്, ബ്രെയിനിനകത്തേക്ക് അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ രക്തസ്രാവം മൂലം ഉണ്ടാകുന്ന പക്ഷാഘാതം, അല്ലെങ്കിൽ രക്തക്കുഴൽ അടഞ്ഞ് രക്തപ്രവാഹം നിലച്ചിട്ട് ബ്രെയിൻ സെൽസ് നശിച്ചു പോകുന്നതുകൊണ്ടുണ്ടാകുന്ന പക്ഷാഘാതം. ഇങ്ങനെ രണ്ട് ഗ്രൂപ്പ് ഓഫ് ഡിസീസാണ് ഉള്ളത്. 1990 മുമ്പ് ഇതെല്ലാം ട്രീറ്റ് ചെയ്തിരുന്ന സർജറി വഴിയായിരുന്നു. ഹെമറാജിക് സ്ട്രോക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അതായത് രക്തസ്രാവം മൂലമുള്ള സ്ട്രോക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും രക്തക്കുഴൽ കുമിളകൾ പോലെയുള്ള അന്യൂറിസം എന്ന് പറയുന്ന ഡിസീസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇതിനെ ചികിത്സിക്കാൻ വളരെ വിദഗ്ധരായ ന്യൂറോ സർജൻസിന്റെ ലഭ്യത ആവശ്യമാണ്. ന്യൂറോ സർജൻസ് ബ്രെയിൻ സ്കൾ ഓപ്പൺ ചെയ്ത് ഈ കുമിളകളെ കണ്ടുപിടിച്ച് അതിന്റെ സൈഡിൽ അതിൻ്റെ നെക്കിൽ ഒരു ക്ലിപ്പ് ഇടുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ സങ്കീർണവും ടെക്നിക്കലി വളരെ ചലഞ്ചിങ്ങുമാണ്. അതേസമയം ഇതേ ഓപ്പറേഷൻ തല തുറക്കാതെ അനസ്തീഷ്യ വളരെ വേഗത്തിൽ ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് കോയിലിംഗ്. ഇത് വളരെ ഈസിയാണ്. ഹോസ്പിറ്റൽ വാസം വളരെ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. കോസ്റ്റും കുറച്ചുകൂടെ കുറയും. ബിക്കോസ് ഹോസ്പിറ്റൽ സ്റ്റേ കുറയുകയും പേഷ്യന്റിനെ വളരെ വേഗം പുനരധിവസിപ്പിക്കാനും നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനും രോഗിയെ വളരെ വേഗം ബാക്കി ജോലികളിലേക്ക് ഏർപ്പെടുത്തുവാനും സാധിക്കും. ഇതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിയുടെ മേജർ അഡ്വാൻറ്റേജ് കമ്പയർഡ് ടു സർജറി. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ആവശ്യമില്ല, തല തുറക്കേണ്ട ആവശ്യമില്ല, ഇൻഫെക്ഷൻ്റെ ചാൻസ് കുറവാണ്. രോഗിയെ വളരെ വേഗം തന്നെ ആശുപത്രിയിൽ വിടുകയും നോർമൽ രീതിയിലാക്കാനും സാധിക്കും.